ജീവനക്കാരുടെ ശമ്പളം പിൻവലിക്കുന്നതിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം പുതിയ സാമ്പത്തിക വർഷത്തിലും തുടരാൻ സാധ്യത. നാളെ മുതൽ ശമ്പള വിതരണം തുടങ്ങുമെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും പരമാവധി 50,000 രൂപയിൽ കൂടുതൽ ഒറ്റത്തവണ പിൻവലിക്കുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് നിലനിൽക്കുകയാണ്. ഇന്ന് അവസാനിക്കുന്ന മാർച്ചിൽ ട്രഷറിയിൽ 26,000 കോടി രൂപയോളം രൂപയുടെ ചിലവുണ്ടായെന്നാണ് കണക്ക്. ഇലക്ഷൻ കൂടിയായതോടെ ചില ആനുകൂല്യങ്ങൾ നൽകാൻ 7,500 കോടിയുടെ അധിക ചിലവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതിയ സാമ്പത്തിക വർഷത്തിൽ വായ്പയെടുക്കാൻ കഴിയാത്തതിനാൽ സഹകരണ ബാങ്ക് കൺസോർഷ്യത്തിലൂടെ ശമ്പളവും പെൻഷനും പണം കണ്ടെത്തിയെന്നാണ് അറിയുന്നത്. ഇതിന് മാത്രമായി 5,666 കോടി വേണം. പെൻഷൻകാർക്ക് വേതന പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കുടിശ്ശികയുടെ 3ാം ഗഡു ഈ മാസം നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന് 2,000 കോടിയോളം വേണ്ടിവരും. സാമൂഹിക സുരക്ഷാ പെൻഷന്റെ കുടിശ്ശികയുടെ 2 ഗഡു വിഷുവിനും റംസാനും മുമ്പ് വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. 12-നാണ് റംസാൻ. ഏപ്രിൽ 8-നെങ്കിലും വിതരണം തുടങ്ങണം. അതിന് 1,804 കോടി രൂപ വേണം. വായ്പാ അനുമതിക്ക് 2 ആഴ്ച വേണം. പുതിയ സാമ്പത്തിക വർഷത്തിൽ വായ്പാക്രമം നിശ്ചയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് വന്ന ശേഷമേ പുതിയ വായ്പയെടുക്കാൻ കഴിയുകയുള്ളൂ. ഇതിന് 2 ആഴ്ചയെടുക്കും. ഓവർ ഡ്രാഫ്റ്റോടെയാണ് 2023-24 സാമ്പത്തിക വർഷം ഇന്ന് അവസാനിക്കുന്നത്. ഈ മാർച്ചിലെ ചെലവുകൾക്കായി 3,000 കോടിയോളം രൂപയുടെ ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകേണ്ടി വരും. ഇത് 2 ആഴ്ചയ്ക്കുള്ളിൽ തിരിച്ചടയ്ക്കണം. ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 3% വായ്പയെടുക്കാനാകുക. 12 ലക്ഷം കോടിയാണ് ഉൽപ്പാദനം. അതിന്റെ 3% 40,000 കോടിയോളം വരും. അതിൽ എത്രത്തോളം കേന്ദ്രം കുറയ്ക്കുമെന്നാണ് അറിയാനുള്ളത്. കുറയ്ക്കുന്നതിനെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ശമ്പള പെൻഷൻ വിതരണം മുടങ്ങില്ല. 1-ാം തീയതി തന്നെ നൽകും. ആർക്കും ആശങ്ക വേണ്ടെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. നാളെ മുതൽ ഭൂമിയുടെ ന്യായവില മാറും. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച നികുതി മാറ്റങ്ങൾ നാളെ മുതൽ പ്രാബല്യത്തിലാവും. ഭൂമിയുടെ ന്യായവില ഭൂമി എന്താവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ച് വ്യത്യാസപ്പെടും. ഭൂനികുതിയിലും മാറ്റങ്ങൾ ഉണ്ടാകും. ലീസ് എഗ്രിമെന്റുകളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി കൂടും. സ്റ്റാമ്പ് ഡ്യൂട്ടി, കോടതി ചെലവ്, വാഹന നികുതി, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ വില എന്നിവ കൂടും. രാജ്യവ്യാപകമായ ബാങ്ക് ഡെബിറ്റ് കാർഡ് മെയിന്റനൻസ് ചാർജ് 125 രൂപയിൽ നിന്ന് 200 രൂപയാകും. ബാങ്ക് വായ്പയായി എടുക്കുന്ന തുകയുടെ 0.1% ഭൂരേഖകളുടെ പരിശോധനാ ഫീസായി നൽകേണ്ടി വരും. സോളാർ ഉൾപ്പെടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് തീരുവ യൂണിറ്റിന് 1.2 പൈസയിൽ നിന്ന് 15 പൈസയാവും. ഫ്ളാറ്റുകൾ നിൽക്കുന്ന ഭൂമിയിലെ വിഭജിക്കാത്ത ഭൂമിക്ക് ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർ നികുതി നൽകണം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.